അപ്പൊ പാപ്പന്റെ കൽബ് മണികളെ നിങ്ങൾ അറിയണം എന്ത് വാ തുറന്ന കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന ശ്രീലക്ഷ്മി അല്ല, തെറ്റി, ശ്രീകുട്ടി. അറിയോ, അവൾ ഈ പറയുന്നത്, അതായത് രേണുസുധിയുടെ പറ്റി പറയുന്നത്, അവക്കൊന്നും അറിയാത്ത കുറെ കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട്. അപ്പൊ അവക്കറിയാവുന്നെന്ന് ഞാൻ തെളിയിപ്പിച്ച് തരാം നിങ്ങൾക്ക്. എന്താ പറയുന്നത് ഒന്ന് കേട്ടിട്ട് വാ ആദ്യമേ വീഡിയോ, പിന്നെ ഞാൻ പറഞ്ഞുതരാം. രേണുവിടെ ബാറിൽ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടു. അതേം പറഞ്ഞു എല്ലാരും കഴിക്കുന്നു. അപ്പൊ രേണു അവിടെ എന്നിട്ട് ഡാൻസ് കളിക്കുന്നു. അത് ഗൾഫിലെ ഒരു ഇതാണ്, ബാറിൽ ഡാൻസ് കളിക്കുക, ആൾക്കാർ അവിടെ എൻജോയ് ചെയ്യുന്നു. ബാറിൽ പോയിട്ട് പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുക എന്നുള്ളത് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് വലിയൊരു ക്രെഡിറ്റ് സംഭവമൊന്നുമല്ല. ബാറ് സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ അവിടെ അങ്ങനെ നിന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇത്രയും അറിയാവുന്ന കാര്യം ഇതാണ്, ബാറിൽ ഡാൻസ് കളിച്ചാൽ ക്യാഷ് കിട്ടുമെന്ന് അറിയാം. പക്ഷെ അത് ഒരു നല്ല രീതിയിലുള്ളൊരു ഇതല്ല. പൊന്നു മോളെ, ബാറില് ഈ ഡാൻസ് കളിക്കും, പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്തുവാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അവിടെ പോയിട്ടില്ല. ബാറിൽ കാശ് കിട്ടും, പക്ഷെ അത് നല്ല ഒരു സംഭവമല്ല. കാരണം ചേച്ചി അങ്ങോട്ട് പോവാത്തോണ്ട് ചേച്ചിക്ക് ഇതിനെ പറ്റി അറിയത്തില്ല. അപ്പൊ ചേച്ചി പോയിട്ടുണ്ടോ ഇല്ലെന്നല്ലേ, ചേച്ചി ഈ ദുബായിലെ ബാറ് കണ്ടിട്ടുണ്ടോ, ഈ ദുബായ് ബാറിനകത്ത് കയറിയിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് അറിയണ്ടേ? അറിയണം, തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ പറയോ, ഈ പറയുന്ന കാര്യം ചേച്ചി നിഷേധിച്ചാൽ അതിനുള്ള തെളിവ് ഞാൻ ചേച്ചിക്ക് കൊടുക്കും. അതുപോലെ അപ്പൊ ദുബായിൽ പുജറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ശ്രീമോളെ, ശ്രീകുട്ടി ഒന്ന് ആലോചിച്ചോണം. പുജറ എന്ന് പറയുന്ന സ്ഥലത്ത് കൈരളി എന്ന് പറയുന്ന ഒരു ബാറുണ്ട്. മോക്കറിയായിരിക്കും, മറക്കാൻ സാധ്യത കുറവാ. കാരണം അവിടുന്നാണ് നല്ലൊരു ജീവിതം തന്നെ കാഴ്ചവെച്ച് വരുന്നത്, ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ. അത് തന്നെ ആ ബാറില് എന്റെ പൊന്ന് ശ്രീകുട്ടി മോളെ, നീ പോയിട്ടുമുണ്ട്, അതിനകത്ത് ക്യാമറ ഡാൻസ് കളിച്ചിട്ടുമുണ്ട്, നീ അവിടെ മദ്യം ഒഴിച്ച് സൽക്കരിച്ചിട്ടുമുണ്ട്, അവിടുന്ന് പല സൽക്കാരങ്ങൾക്കും നീ പോയിട്ടുണ്ട്. ഇല്ലെന്ന് പൊന്നു മോളെ ശ്രീകുട്ടി നീ പറയല്ലേ. നീ ആ കുവൈറ്റിൽ പോയി പേസ്റ്റ് വെള്ളം കുടിച്ചതും അവിടെ കടന്ന് കഷ്ടപ്പെട്ടതും ഒക്കെ ഈ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞു വന്ന എന്റെ പൊന്നുമോള് ദുബായി പോയി നല്ല രീതിയിൽ മുട്ടയും പാലും ഒക്കെ അങ്ങോട്ട് കഴിച്ച് ഉഷാറായ കഥകളൊന്നും പറഞ്ഞില്ലല്ലോ ചാനലിന്റെ മുമ്പിൽ. അത് പറഞ്ഞായിരുന്നോ? ഇല്ല. എന്തുകൊണ്ട് പറയാതെ പോയി? പറയേണ്ട കാര്യങ്ങള് പറയാതെയും വെച്ച് നടക്കാത്ത കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് വിളിച്ചും കൂയി. എന്നിട്ട് രേണുസുധി അങ്ങോട്ട് പോയി, രേണുസുധിയോടെ പോയി. അത് കാശ് കിട്ടും, നല്ല സംഭവം. ശരിയാ, കാശ് കിട്ടും, നല്ല സംഭവങ്ങളൊന്നും അല്ല എന്ന് നിനക്ക് നല്ല വൃത്തിക്ക് വ്യക്തമായിട്ടറിയാം. നീ അത് അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പൊ പൊന്നു മോളെ ശ്രീലക്ഷ്മി, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന നീ ഇങ്ങനായത് നിനക്കറിയാവോ? അതും നിനക്കറിയാം. അത് ഈ ജനങ്ങൾക്കൊന്നും അറിയത്തില്ല. എങ്ങനെ ആയെന്നോ എന്തോ ആയെന്നോ അത് എങ്ങനെ ഇതൊക്കെ മാറി വന്നെന്നുള്ളതൊന്നും ഈ ജനങ്ങൾക്കറിയത്തില്ല. കാരണം നീ കുറച്ച് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോണുമായിട്ട് നിൽക്കുന്നവരെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുമല്ലേ പല കാര്യങ്ങൾ, നിനക്ക് എങ്ങനെയും റീച്ച് ആവേണ്ടതിന്റെ പുറത്ത്.